കോഴിക്കോട് വടകരയിൽ 44 കുപ്പി വിദേശ മദ്യം പിടികൂടി. ആയഞ്ചേരിയിലെ വീട്ടിൽ നിന്നാണ് മദ്യം പിടികൂടിയത്. വള്ളിയാട് പാറമേൽ പി ബാബുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി പോലീസ് നടത്തിയ റെയ്ഡിലാണ് മദ്യം പിടിച്ചെടുത്തത്. വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ റെയ്ഡിലാണ് നമ്മൾ ഇന്നലെ വൈകിട്ട് പിടിക്കുന്നത്. ഞാൻ ആയഞ്ചേരി വള്ളിയാട് ഇന്നയാളെ വീട്ടിൽ ഇങ്ങനെ മദ്യവിൽപ്പന നടത്തുന്നുണ്ട് എന്നുള്ള വിവരം സാറിന് കിട്ടുകയും സാറിത് നമുക്ക് അയച്ചു തരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നടത്തിയ റെയ്ഡിൻ്റെ ഭാഗമായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. 44 ബോട്ടിൽ മദ്യമുണ്ട്. 3 ബ്രാൻഡുകളാണ്. അതിൽ 22 ലിറ്റർ എല്ലാം ഹാഫിൻ്റെ കുപ്പികളാണ്. 44 കുപ്പികളും 22 ലിറ്റർ മദ്യമുണ്ട്. സംഭരിച്ച് ജനങ്ങൾക്ക് അമിത ലാഭത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ വിറ്റഴിക്കുന്ന ഒരു നടപടിയാണ്. കുറച്ചും കാലമായിട്ട് ഇയാൾ ഇത് നടത്തുന്നുണ്ടെന്നുള്ള വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നടത്തുന്നത്. ആ പ്രതിനെ ഇന്നലെ രാത്രി തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് കോടതിയിൽ പ്രതിയെ ഹാജരാക്കുന്നുണ്ട്. ഇനിയും ഇലക്ഷൻ്റെ ഭാഗമായിട്ട് ശക്തമായിട്ടുള്ള റെയ്ഡുകൾ ഇനിയും സ്റ്റേഷൻ പരിധികളിൽ നടത്തും. തുടരുന്നതാണ് റെയ്ഡ്. ടി നന്ദഗോപാൽ വിവരങ്ങൾ നൽകും. നന്ദഗോപാൽ, 44 കുപ്പി മദ്യമാണ് പിടികൂടിയിരിക്കുന്നത്. ഇപ്പോൾ ഇത് എന്ത് ചെയ്യാനുള്ള ഉദ്ദേശമായിരുന്നു? ആരാണ് പിടിയിലായത്? തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കാര്യമായ പരിശോധന തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ നടക്കുന്നുണ്ടായിരുന്നു. അതിനിടെയാണ് രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ പാറമേൽ പി ബാബുവിന്റെ വീട്ടിൽ പരിശോധന നടത്തിയത്. ആ പരിശോധനയിൽ നിന്നും 44 കുപ്പി വിദേശ മദ്യമാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇയാൾ കാലങ്ങളായി ഇങ്ങനെ ബീവറേജ് ഔട്ട്ലെറ്റിൽ നിന്നും മദ്യക്കുപ്പികൾ വാങ്ങിക്കൊണ്ടുവരുന്നു എന്നുള്ളതാണ് പറയുന്നത്. തുടർന്ന് പുറത്ത് അധിക വിലയ്ക്ക് വിൽക്കുന്നതാണ് ബാബുവിന്റെ രീതി. ഏതായാലും ഇയാളെ പിടികൂടുകയും ഇയാളുടെ കയ്യിൽ നിന്നും മദ്യം കുപ്പികൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ പരിശോധനകൾ വരും ദിവസങ്ങളിൽ നടക്കും എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്.